മൂന്നര മണിക്കൂറായി ഞാൻ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ തെണ്ടുകൾ പോലും വന്ന് ഒളിഞ്ഞു നോക്കിയില്ല. പിടിക്കും ഞാൻ, എവിടെ ഇട്ടെങ്കിലും പിടിക്കും ഞാൻ. എൻ്റെ പെണ്ണുമ്പിള്ളക്ക് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി. ഇവിടെ അയൽപക്കത്തുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട്, എൻ്റെ പെണ്ണുമ്പിള്ള കുളിക്കുന്നത് കാണാനായിട്ട് വന്ന് നോക്കാൻ. പിടിക്കും, എവിടെ ഇട്ടാലും ഞാൻ പിടിക്കും. അതോ ഞാൻ നാളെ മുതൽ പത്രം ഇടണ്ട. കഴിഞ്ഞ ദിവസം നീ പത്രം ഇട്ടിട്ട് തെങ്ങിൻ്റെ മുകളിലാണ് പോയത്. ഞാൻ 50 രൂപ മുടക്കി ഒരാളെ കയറ്റിയാണ് ഇത് എനിക്ക് മുതലാകത്തില്ല. നിർത്തിയാല് കേട്ടോ. അവൻ്റെ ഒരു പത്രം. മൃദുലേ, മൃദുലേ, എടി മുതലേ. എന്താ മനുഷ്യ? അയ്യോ, എന്തെങ്കിലും അങ്ങ് പറയുമ്പോ തന്നെ കടന്നിൽ ഒത്തിയോലെ മുഖമായിട്ടെങ്കിൽ വരുവാണല്ലോ. എന്താന്നോ നിങ്ങളോട് ഞാൻ എത്ര ദിവസമായി പറയണം, ആ ബാത്റൂമിന്റെ മേലെ ഷീറ്റ് ഒന്ന് ഇടുന്ന്. നിങ്ങൾക്ക് ഇടാന്ന് പറയണല്ലോ, നിങ്ങൾ ഈ ഷീറ്റ് ഇടോ? ഷീറ്റ് ഇടാൻ ഞാൻ സുരേഷ് ഗോപിയാണ്. അതല്ല മനുഷ്യ, ആ ബാത്റൂമിന്റെ മേലെ ഷീറ്റ് ഇടുവാന്ന്. ബാത്റൂമിന് മുകളിൽ? എടി ബാത്റൂമിന് മുകളിൽ ഷീറ്റ് ഇടാത്തതിന് കാരണം എന്താണെന്നറിയാവോ? എന്താണ്? മഴയാണെങ്കിൽ നിനക്ക് ഷവറില്ലാതെ നിന്ന് കുളിക്കാലോ. അത് മാത്രമാണ്, വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുളിക്കാലോ. നിങ്ങളെ കുടുംബം നോക്കണ്ട, ഒരു കാര്യം നോക്കണ്ട. നിങ്ങൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നോ? എനിക്ക് ഇത്തിരി എലിവിഷമെങ്കിലും മേടിച്ചു തരാവോ? അപ്പൊ ഇന്നൊന്നും വീട്ടിലുണ്ടാക്കിയില്ല എലിവിഷമുള്ളോ? നമുക്ക് തിന്നാനല്ല, ഇവിടെ ഈ വീട്ടിനകത്ത് നിറച്ച എലിയുടെ ശല്യാണ്. എന്റെ SLC ബുക്കായി എലി കറണ്ട്. SLC ബുക്കല്ല, അത് കറണ്ടെന്നോട്ട് ഒരു കുഴപ്പമില്ല. എന്റെ SLC ബുക്ക് പോട്ടെ, എന്റെ പുതിയ പട്ടുസാരി, എന്റെ പുതിയ ചെരുപ്പ്, ഇതെല്ലാം എലി കറണ്ട്. അപ്പൊ ഈ മാസത്തെ കറണ്ട് ബില്ല് കൂടും, പൈസ അടയ്ക്കേണ്ടി വരും എല്ലാം കറണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളോട് എത്ര നാളെ ഒരു എലിപ്പെട്ടി മേടിച്ചു തരാൻ പറയണ്, നിങ്ങൾ ഇന്നെങ്ങാ മേടിച്ചു തരുമോ? ഒരു ഒറ്റ എണ്ണം വെച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിലടി എലിപ്പെട്ടി മേടിച്ചാൽ ഞാൻ അകത്ത് വെച്ചേക്കണത്. എലിപ്പെട്ടി, അതിനകത്ത് എലി കയറണ്ടേ? എലി കാരണങ്ങൾ എന്തെങ്കിലും വെക്കണം. നീ എഴുതി വെക്കണം വെൽക്കം. നീ ഓഞ്ഞ തമാശ പറയല്ലേ കേട്ടാ. എന്താ ചെയ്യണ്ടേ? എലി കേറാൻ എന്ത് ചെയ്യണോന്ന് പറ. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇനി ഇയാൾക്ക് വെച്ചു കൊടുക്കണ പോരാണ്ട് ഞാൻ എലിക്കും വെച്ചു കൊടുക്കും ഭക്ഷണം. എടി അതല്ലെന്ന് നമ്മള് കപ്പയോ മറ്റതുപോലെ കപ്പ ഇരിപ്പില്ലേ, ഇന്നലെ ഞാൻ മേടിച്ചു കപ്പ ഒരു കഷ്ണം ഇല്ലാതൊക്കെ എടുത്തു വെക്കണം. അയ്യോ, അത് ഞാൻ ഇന്നലെ പുഴുങ്ങി തിന്ന്. അത് പോട്ടെ, ഉണക്കമീനില്ലേ? ഇല്ല. അതെന്തി? ഉണക്കമീന് ഞാൻ കപ്പയുടെ കൂട്ടത്തിൽ തിന്നു. തേങ്ങാക്കൊത്തുണ്ടോ? അത് കപ്പയിലിട്ടില്ലേ തേങ്ങ ഇട്ടാ ഞാൻ കപ്പ ഉണ്ടാക്കിയത്. എല്ലാം നീ കയറ്റി. പിന്നെ ആ എലി എന്ത് കയറ്റാനെങ്കിൽ അത് എങ്ങനെയും പട്ടിണത് ചത്തോളും, വരത്തില്ല. നിങ്ങൾക്ക് ഇത്തിരി പോലും എന്നോട് സ്നേഹമില്ലേ? എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടില്ല, എന്ത് ചെയ്താലും കുറ്റം. നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ആ സുഗുണന്റെ ഭാര്യനെ കണ്ട എന്ത് സന്തോഷാണ് അവക്ക്. അവൻ എങ്ങനെയാണ് അവളെ കൊണ്ട് നടക്കണത്. ഇന്നലെയും കൂടി അവനെ സിനിമക്ക് കൊണ്ടുപോയി. അതിനെന്താന്നാ നിങ്ങൾക്ക് എന്നെ നോക്കി ഒന്ന് ചിരിച്ചൂടെ? എത്ര വർഷമായി നിങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട്? നിങ്ങൾ ചിരിക്കണ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കല്യാണ ഫോട്ടോക്കകത്ത് ഞാൻ 32 കൊല്ലം നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ ഫോട്ടോ ഉണ്ടല്ലോ, പിന്നെ എന്നാ കുഴപ്പം? അതിന് മാത്രം നിങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, നിങ്ങൾ ഇതുവരെ ഒന്ന് ചിരിച്ചിട്ടുണ്ടോ? ചിരിച്ചിട്ടുണ്ടോന്നോ? നിന്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോ നിങ്ങളൊക്കെ കരഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ചിരിച്ചത്. നിങ്ങളുടെ ആ കൊലച്ചിരി കാരണം എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോലും പോവാൻ പറ്റാത്തത്. എടി ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒക്കെ വേണം, എന്നാലേ ചിരിക്കത്തുള്ളൂ. എന്ത് വേണോന്ന്? സ്നേഹിക്കണം. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലാക്കണില്ലല്ലോ. എന്ത് മനസ്സിലാക്കാത്ത? എന്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടന്റെ അടുത്ത്. എനിക്ക് കേക്കണ്ട ചേട്ടാ. എനിക്ക് കേക്കണ്ട ചേട്ടാ. ഈ വിളി കാണും. പറ, എന്നാന്ന് ചേട്ടാ, ഞാൻ ഈ കാര്യം പറഞ്ഞാലേ ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടോ? നീ എന്നാന്ന് വെച്ചാ പറ. ദേഷ്യപ്പെടൂ? ഇല്ല, പറഞ്ഞോ. സത്യം. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ ചേട്ടനില്ലേ? ഗോപാലൻ ചേട്ടന് ഒരു മോനില്ലേ? ഒന്നല്ല, 3-4 മോന്മാരുണ്ട്. അതല്ല, മറ്റേ സൂന്ന് അങ്ങനെയല്ല എഴുതണേ, ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വെറുതെ അല്ല SLC തോറ്റുപോയത്. അതൊക്കെ എനിക്കറിയാം, ഞാൻ അതല്ല പറഞ്ഞ മറ്റേ സുനയോ? വള്ളിയുണ്ട്, സുനി. നമ്മുടെ ഗോപാലൻ ചേട്ടന്റെ മോൻ സുനി ഇല്ലേ? അത് ഗോപാലൻ ചേട്ടന്റെ അല്ലെന്നാ പറഞ്ഞ. കാര്യം എന്താന്ന് പറ. ആ സുനിയെ ഞാൻ ഇന്നലെ കുളിച്ചോണ്ടിരുന്നപ്പോ വന്ന് ഒളിഞ്ഞു നോക്കണം ഞാൻ കണ്ട്. അത് സാരല്ല, കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിച്ചോണ്ടിരുന്നപ്പോ ഒളിഞ്ഞു നോക്കണം. അത് ശരി, ഇന്നലെ ഒളിഞ്ഞു നോക്കിയതാണ്, ഇപ്പഴാ നീ എന്നോട് പറയണല്ലേ? ചേട്ടൻ, ഞാൻ പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ നിനക്ക് ഇന്നലെ പറയാറുണ്ടോ? ചേട്ടാ, അതല്ല ഞാൻ ഇന്ന് പറഞ്ഞത്. ഇന്ന് രാവിലെ മുഴുവൻ ബാത്റൂമിൽ കയറി ഇരിക്കണ ഞാൻ, ഒരാളെ പോലും പിടിച്ചില്ല. നീ ഇന്നലെ ഇത് എന്നോട് പറയുന്നോ? ചേട്ടാ, ഞാൻ ചേട്ടനെ പേടിച്ചിട്ടാ. ഒന്നും നീ പറയണ്ട, നീ ഒന്നും പറയണ്ട. ഇന്നത്തോടെ ഡൈവോഴ്സ് ആവും, അതെല്ലാം ഞാൻ ശരിയാക്കും. നീ ഒന്നും പറയണ്ട. അയ്യോ,
കഥച്ചു പോയി. ഒരു കാര്യം ചെയ്യ്. നീ അകത്ത് കയറ്, കുളിക്കാൻ കയറ്. ഞാൻ ഇനി കുളിക്കണ്ട. ഞാൻ കുളിക്കണല്ലേ നിങ്ങക്ക് പ്രശ്നം? നീ കുളിക്കേ. എന്തിനാണ്? നീ കുളിക്കാൻ കേറ്. എന്താ കാര്യം പറ. പറയാ, നീ കുളിക്കാൻ കേറ്. കുളിക്കാൻ കേറ്. ഇങ്ങോട്ട് വന്നേ. കുളിക്കല്ലേ. എന്താണ്? കുളിക്കാൻ കേറണമോ? ചേട്ടാ ഞാൻ കുളിക്കാൻ പോവാന്നൊന്ന് പറഞ്ഞിട്ട് കേറ്. അതെന്തിനാ? പറഞ്ഞിട്ട് കേറ്. ചേട്ടാ ഞാൻ കുളിക്കാൻ കേറുവാണേ. അതിന് ഞാനിവിടെ ഇല്ലല്ലോ കേക്കാൻ. ഗോളി ഉണ്ടായിരുന്നല്ലേ? ഗോളി ഇല്ലാത്ത പോസ്റ്റ് ഗോൾ അടിക്കാൻ വന്നതാണ്. ഞാനേ ഇത് ഫുട്ബോളിന്റെ പ്രാക്ടീസ് ആയിട്ട് ഈ CCL കയറാൻ വേണ്ടിട്ടേ. CCL മൃദുലേ, ഒന്നിങ്ങറിങ്കേ. എന്താ ചേട്ടാ? ഇതാണോ നിന്റെ CCL? എന്റെ ഭാര്യ കുളിച്ചോണ്ട് വേണ്ട ചേട്ടാ. ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി. എങ്ങോട്ട് മാറാനാ? ചേച്ചി ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരാവശ്യം പറയണം. എങ്ങനെയാ മുതുകത്ത്? ഞാൻ ഇതിലോട്ട് കണ്ടിട്ടില്ലല്ലോ. ആ ഉണ്ട്. ചേട്ടാ, ഇന്നലെ ഇല്ല. ഇന്ന് നീ ഉളച്ചു വന്നാണോ? അതല്ല ചേട്ടാ, ഞാൻ ഇന്നലെ കോതമംഗലത്തിൽ ഒരു ഇടിച്ച് ഞാൻ കൂട്ടും. ചേട്ടാ വേണ്ട ചേട്ടാ. പറയടാ, നീ ഇന്നലെ എന്റെ പെണ്ണുമ്പിള്ള കുളിച്ചോട്ട് കുളിച്ചു നോക്കിയില്ലേ? നോക്കിട്ടില്ലേ? ആഹാ, അടേ പോണു. ചേട്ടാ വേണ്ട ചേട്ടാ, മതി ചേട്ടാ. ശരിയാകൂല അത്. രവി എന്താടാ ഇത്? ചുമ്മാ ഒരു മനുഷ്യനെ വീട്ടിൽ കിടത്തി ഉറക്കൂലടാ. എനിക്ക് ഇന്നലെ രാത്രി അറിയാവോ? ആ, ഇവിടെ ഇന്നലെ നൈറ്റ് രാത്രി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. എന്നെ അവിടെ പുരുഷനായിരുന്നു. ഇവൻ എന്റെ പെണ്ണുമ്പിള്ള കുളിക്കുന്നോട്ട് കുളിഞ്ഞു നോക്കി. ശരി മറുകടി ഇപ്പനോ? ആ, അതെന്നാടാ അങ്ങനെ കാണിച്ചത്? ഞാനല്ല ചെയ്തത്. ഞാനങ്ങനെ ചെയ്യോ? പിന്നെ നീ ഒളിഞ്ഞു നോക്കിയോ? ഞാൻ നോക്കിയിട്ടില്ല ചേട്ടാ. ഒളിഞ്ഞു നോക്കിയില്ല. കുളിഞ്ഞു നോക്കി എന്റെ പെണ്ണുമ്പിള്ള വേണം പറയുവോ? അതല്ലേ? ആ, നുണ പറഞ്ഞാണപ്പ? ഞാൻ നോക്കിയിട്ടില്ല ചേട്ടാ. നീ നുണ പറഞ്ഞാണോ? നീ എന്റെ ചേട്ടാ ഞാൻ നോക്കിയിട്ടില്ല ചേട്ടാ. അവൻ നോക്കിയില്ലെന്ന് അവൻ പറയണവൻ. നോക്കിയോ? അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ തല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഇവള് ഇന്നലെ കുളിക്കാൻ കയറിയപ്പോഴേ, ഇവൻ കുളിക്കാൻ കയറിയപ്പോ ശരിക്കും ഇവള് എന്ത് ആയിരുന്നു, എന്നാ ചെയ്യുമായിരുന്നു? എങ്ങനെ? ഇവളേ ഇതിന്റെ അകത്ത് കുളിക്കാൻ കയറിയല്ലോ. മൃതല്ല കുളിക്കാൻ കയറിയപ്പോ ഇവള് എന്ത് ചെയ്യായിരുന്നു? ഇവള് കുളിച്ചോണ്ട് മീൻ മറക്കുവായിരുന്നു. മീൻ മറത്ത് നനഞ്ഞു പോയില്ലടാ. എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ അതാണോ പറഞ്ഞു. ഇവള് കുളിച്ചോണ്ട് നിക്കുവായതേ. കുളിക്കുമ്പോ അതല്ല ചെയ്യുന്നേ. കുളിച്ചോണ്ട് അതല്ലാന്ന്. കുളിച്ചോണ്ടിരുന്നപ്പോ സോപ്പ് തേക്കായിരുന്നോ അതല്ലെങ്കിൽ തുണി മാറുമായിരുന്നോ? അതാണ് ചോദിച്ചത്. ഞാൻ സോപ്പ് തേച്ചോണ്ട് കുളിക്കണായിരുന്നു. സോപ്പ് തേച്ചോണ്ട് കുളിക്കുമായിരുന്നു. സോപ്പ് തേച്ചോ കുളിക്കായിരുന്നു. അപ്പൊ ഒരു ഏത് സോപ്പ് ഇട്ടാ കുളിച്ചതിനോട് ചോദിച്ചേ? ഏത് സോപ്പ് ഇട്ടാ കുളിച്ചേ? ഞാൻ ഇന്നലെ ചന്ദ്രിക ഇട്ടാ കുളിച്ചേ. ചന്ദ്രിക. ഇത് ഞാനൊന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ചന്ദ്രിക സോപ്പ് ഇട്ടാണ് കുളിച്ചിരിക്കുന്നത്. അതെ. ഈ ചന്ദ്രിക സോപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പതയും. ഇത് പതാന്ന് പറഞ്ഞ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഓവർ പതയാവും. ഈ ഓവർ പത കണ്ടുകൊള്ള വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവൻ കുളിഞ്ഞ് നോക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പത ഇവന്റെ മേത്ത് തെറിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെ ആ പത അവന്റെ മേത്ത് തെറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ചന്ദ്രിക സോപ്പിന്റെ മണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ മണത്ത് നോക്കി അറിയാൻ പറ്റൂലേ? പറ്റും. ഇതാണ് സെക്യൂരിറ്റി. ഇവിടെ മാറാ, തല്ലാനില്ല. കൈ മാറാ. ഇവനാണ്. കുഞ്ഞിക്കടാ
അതെ ആ നിന്റെ ഭാര്യ കുളിച്ചത് ഒളിഞ്ഞു നോക്കിയല്ലേ അവൻ ആ. എന്റെ ഭാര്യയല്ലോ അല്ല സഹായിക്കണവേ. ആ അത് കൂടുതൽ സഹായിക്കാൻ പറ്റിയല്ല. ഹായ്, നീയൊക്കെ ഉടക്കത്തെ കുളിസിയും കാണാൻ വന്നേക്കണം. അത് പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഏത് സോപ്പിട്ട കുളിച്ചേ? കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച സന്തൂർ മീൻകാരനാ ആരാ? മീൻകാരൻ അയില അയില സന്തൂർ. ആ സന്തൂറാണോ? ആ അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ചയോ? കഴിഞ്ഞ ബുധനാഴ്ച ലെക്സ് 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 ലക്സാ? അണ്ണേ ലെക്സ് അണ്ണേ. തമിഴ്നാട്. ഈ കേസ് തമിഴ്നാട്ടിലേക്ക് പോകും. വിഷയം മാറിയുണ്ട്. എന്റെ കയ്യിൽ നിൽക്കില്ല അത്. ഇതാ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ നമ്മുടെ നാട്ട കേസായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി വിടുക. അതിന് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? എനിക്ക് ഇത്തിരി പൈസ വേണം. പൈസ വേണം. എന്ത് തന്നാ ഒഴിവാകും? ഒരു ഏതായാലും ഇവിടെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരിയാണല്ലോ. അതെ. അവന്റെ കയ്യിൽ എങ്ങനെ പോയാലും 40-45,000 രൂപയുടെ മൊബൈൽ കാണും. എന്റെ പെണ്ണുമ്പളെ വിളിക്കുന്നു, അവൻ എടുത്തു. ചില ഫേസ്ബുക്കിൽ ഇട്ടുണ്ടാവും, പിന്നെ വാട്സപ്പിൽ ഇടും. അപ്പോൾ സാറ്റലൈറ്റ് വീഡിയോ എല്ലാം കൂടെ വെച്ചിട്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം? ആ 4 ലക്ഷം കിട്ടുമോ? ആ നിനക്ക് എന്റെ വീട്ടിലെ വഴിയെന്ന് അറിയാൻ പാടില്ല. അവിടെ ഉണ്ട് കുളിമുറിയൊക്കെ കേട്ടോ. ആ ഉണക്ക ചെമ്മീൻ പോലെ ഇരിക്കണ ജാനി ചേച്ചിയല്ലേ? ചായ കുടിക്കാൻ കിട്ടിയാ പോരാ. അതെ 4,10,000 വേണമെന്നാ ഇവിടെ പറയുന്നത്. ഇപ്പൊ എന്നെ 10,000 കണക്കന്നെ. അവളല്ലേ അഭിനയിച്ചേക്കണത്. ഒരു 10,000 കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഓക്കെയാകും. അത് ശരിയാ. അപ്പൊ 4 ലക്ഷത്തി 10,000 രൂപ സംഭവം തീരും അല്ലോ. അപ്പൊ സാറ്റലൈറ്റും 5,10,000 ഉണ്ട്. ഈ കാര്യം നടക്കും. അതിന് 1 ലക്ഷം കൂട്ടിയേ. ഞാൻ ഉറക്കം കളിച്ചതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കാനല്ലേ എനിക്ക് വല്ലതും കിട്ടണ്ടേ? ആ അത് കൊള്ളാം. നീ വന്നേ, ഞാൻ ചോദിച്ചോളാം. തല്ലാനല്ല കേട്ടോ. ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും പ്രശ്നമാണല്ലോ. ഏതല്ലയുടെ കാര്യമാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്ന? മൃദുല്ല കേടില്ലാതില്ല. നമുക്കൊരു 3 ലക്ഷം രൂപ തീർക്കാലോ. എന്നെ 10 പൈസയില്ല ചേട്ടാ, എന്നെ ഉപദ്രവിക്കല്ലേ. 2 ലക്ഷം. 10 പൈസയില്ല എന്റെ കയ്യില്. എടാ ഒരു 10,000 രൂപ എന്റെ ഇല്ല ചേട്ടാ. 5 പൈസയില്ല ചേട്ടാ. 5 പൈസ ഇല്ലാടാ കുളിച്ചും കാണാൻ വന്നത്. ഒരു 10,000 ബ്രോക്കർ കാശെങ്കിലും കിട്ടണം വർക്കാറുണ്ട്. അതും കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുന്നു. നീ ഇവനൊക്കെ പഞ്ചായത്തിൽ വന്ന് ജനിച്ചത് തന്നെ ഇവിടെ പ്രശ്നമായത് അറിയോ? പഞ്ചായത്തിൽ പോയി ഇവനെ കയറ്റരുത്. ആ ഒരു വക പണിയും കാണിച്ചിട്ട് അവൻ നിൽക്കണം. കാശുമില്ല. ഹലോ ഹലോ ഞാൻ അറിഞ്ഞത്. അതെ 3 കോടിയുടെ പ്രശ്നമല്ലേ ഇത്? ആ അതെ, ഈ 3 കോടിയുടെ പാലത്തിന്റെ കാര്യം, അതിന്റെ പേപ്പർ എല്ലാം റെഡി ആയിട്ട് ഞാൻ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവളോട് എന്ന് പറയാൻ അവളെ പേപ്പർ എടുത്ത് തരും. പിന്നെ 2 ലക്ഷത്തിന്റെ കാര്യം, അത് പ്രശ്നമല്ല. റോഡിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പൈസ അതിനകത്തൊന്നും വെട്ടിയിലൊന്നുമില്ല. 2 ലക്ഷം രൂപ ഓക്കെ. പിന്നെ 5 ലക്ഷം, അത് പ്രധാനമന്ത്രിയോട് സംസാരിക്കാതെ എനിക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ അത് ഞാൻ സംസാരിക്കാം. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ നേതാക്കന്മാർ ആരെങ്കിലും ഒരു 20 രൂപയ്ക്ക് ഇതിനകത്തൊന്ന് ചാർജ് ചെയ്ത് തരണം. എന്നാലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ 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 എന്താ ഇവിടെ എനിക്കറിയാൻ പറ്റും. എന്താ എനിക്ക് വീട്ടിൽ കിടക്കണ്ട. എന്റെ പ്രതിസന്ധിയോ പ്രസിഡന്റ് ഇവിടെ പ്രതിസന്ധിയാ. ഇവിടെ പാകപ്പാടെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? ഞാൻ നിങ്ങളെ എന്റെ അച്ഛനെ പോലെയാ കാണുന്നത്. എന്നെയോ? എന്നെ ചെറ്റത്തരോടോ കല്യാണം പോലും കഴിക്കാതെ എന്നെ അച്ഛനായിട്ട് കാണുന്നത് എങ്ങനെ തോന്നുന്നു? എനിക്ക് എന്ത് പ്രശ്നം അത്? എന്നെ കാട്ടി 9 വയസ്സിന് മൂത്തല്ലേ താൻ? നിങ്ങളുടെ ചേട്ടന്റെ കല്യാണത്തിന് ഞാൻ നിക്കറിട്ടുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടോ? ഞാനും നിക്കറിട്ടുണ്ട്, പക്ഷെ അതിന് മുകളിൽ ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലെന്ന്, ഞാൻ അന്ന് ചെറുപ്പല്ലേ നിക്കറ് കൊടുപ്പിട്ടുണ്ടല്ലേ നിങ്ങളുടെ കല്യാണത്തിന് വന്നേന്നാ പറഞ്ഞത്. അതൊക്കെ അവിടെ നിക്കട്ടെ. അതല്ല പ്രശ്നം. വേണേ മാമനായിട്ട് വല്ലതും കാണാം. എന്നെ പെണ്ണുമ്പളെ വിളിച്ചോടത്ത് വിളിച്ചു നോക്കി. ആര്? ഞാനോ? പ്രശ്നമല്ല. പിന്നെ താനോ? ഞാൻ എന്തിനു നോക്കണം? ഞാൻ എന്നും കാണുന്നതല്ലേ. എന്റെ ഭാര്യയാണോ നോക്കിയത്? ഭാര്യ എന്തിനു നോക്കണം? നമുക്കൊരു കണ്ണാടി വെച്ച് കാണത്തില്ലേ? പിന്നെ എന്തിനാ? ഇടേ പിന്നെ ആരുടെ നോക്കിയത്? ആര്? യമനോ? എല്ലാവരും കുളിക്കുന്നിടത്ത് നോക്ക. ഞാനല്ലടാ ഈ നിൽക്കണവൻ. അവനല്ല. ഉള്ള ഉറക്കവും പോയി. ഇവനോ? എടാ വല്ലവനും ഞാനല്ല. അവനല്ലെന്നാണല്ലോ പറയുന്നത്. അവനാണ്. എന്റെ പെണ്ണുമ്പളെ നുണ പറയത്തില്ല. അവനാണോ? ചോദിക്ക്. നീ ആണോടാ ഇത് ചെയ്തത്? നമ്മൾ അങ്ങനെ ചെയ്യുമോ ഭായി? നമ്മള്
അങ്ങനെ ചെയ്യുമോ ഭായ്? ഞാനെന്താ ബംഗാളിൽ നിന്ന് വന്നിട്ട് ഇവിടെ മെമ്പറായ ആളാണോ? ഭായി എന്ന് വിളിക്കാൻ ആണോ? ആണോ? ഇതെന്റെ കയ്യിലെ കുഴപ്പാ. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. എന്നെ തല്ലിയാ മതിയല്ലോ. എടാ വെളിവ് കേടേ, ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു വിവരക്കേടാണ്, അത് മനസ്സിലാക്കണം. ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ പഞ്ചായത്തിൽ ഈ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി ഈ നാട്ടുകാർ മൊത്തം എന്റെ വീടിന് മുമ്പിൽ വെള്ളം വേണം എന്ന് പറഞ്ഞു വന്നായിരുന്നു. അന്നേരം വെള്ളം എന്റെ പെണ്ണുപിള്ള പറഞ്ഞു, ചേട്ടാ എങ്ങനെയാലും മുടിയാൻ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വെള്ളം തന്നു. ആ വെള്ളം തന്നതാണ് ഇപ്പൊ ഒരാൾ 2 നേരം 3 നേരം 4 നേരം കുളിയായി. കുളി അങ്ങോട്ട് കൂടി, കുളിസിയും കാണാൻ ആളും കൂടി. അങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വെള്ളം തന്ന ഞാനാണെങ്കിൽ ഈ വെള്ളം തിരിച്ചെടുക്കാനും എനിക്കറിയാം. എന്റെ പൊന്നു മെമ്പറെ അതൊന്നും ചെയ്യരുത്. അവരുള്ള വാക്കുകളെ വേണ്ടുമാർക്കും കുളിക്കണ്ടല്ലേ? നിനക്ക് കുളിസിയും കണ്ട് മതിയായില്ലയോ? നിനക്ക് മതിയായില്ലയോ? കൊല്ലവനെ എന്തിന്റെ അസുഖമാണ് ഇവന്? എനിക്കറിയത്തില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ചെവി അറിയാം, നമുക്ക് കാര്യങ്ങൾ ഒതുക്കാം. ഇനി ചെവിയായിരിക്കാം. ഞാൻ മണ്ടനൊന്നുമല്ല. ഞാനിത് ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവര് വരും. അതിനെ ചാനലിൽ വിളിച്ചു പറഞ്ഞത്? എടോ എന്തിനാണോ ചാനലിൽ വിളിച്ചു പറഞ്ഞ ആപ്പാടെ പ്രശ്നമാകത്തില്ലേ? എടോ ഞാൻ ആപ്പാടെ ഈ മാതൃക പഞ്ചായത്തിനുള്ള പ്രസിഡന്റിനുള്ള അവാർഡ് മേടിച്ച ആളല്ലേ ഞാൻ. അപ്പൊ ചാനൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇളകല്ലേ? എന്റെ സ്ഥാനം പോത്തില്ലേ? സ്ഥാനം പൊക്കോട്ടെ, എനിക്കെന്നാ. എന്റെ പെണ്ണുമ്പിള്ള വൈറലാകണം. എനിക്ക് ഏതെങ്കിലും ചാനലുകാർ എന്ന് വിളിക്കുമ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്കുണ്ട്. പെണ്ണുമ്പിള്ളെ വൈറലാക്കുന്ന ചാനലുകാരാണോ? ചാനലും ഒന്നുമില്ല. സംഭവമൊക്കെ ഞാനിപ്പോ ക്ലിയർ ആക്കി തരാം. ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേട്ടാ മതി. ഇവിടെ ആരാണ് സംഭവം, ഇത് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇത്ര വിവരമുണ്ടല്ലോ. ഇവര് അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ആ മതിലും ഇടിച്ചോണ്ട് അങ്ങ് പോകും. എങ്ങനെ ATM കാര്യങ്ങൾ ഉറക്കമാണല്ലോ എപ്പോഴും. അവിടെ നിന്ന് പൈസ എടുത്തോണ്ടല്ലോ അറിയില്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, ഞാൻ ചോദിക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇവര് എത്ര പ്രാവശ്യം കുളിക്കും ഒരു ദിവസം? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. 3 പ്രാവശ്യം കറക്റ്റ് ആണല്ലോ. 3 തവണ കുളിക്കും. രാവിലെ എത്ര മണിക്കാണ് വിളിക്കുന്നത്? രാവിലെ 6:30 രാവിലെ 6:30 രാവിലെ വിളിക്കും. ഉച്ചയ്ക്ക് എത്ര മണിക്ക് വിളിക്കും? ഉച്ചയ്ക്ക് ചൂടൻ ചോറുണ്ടായതുകൊണ്ട് 2:30 വിളിക്കും. 2:30 വിളിക്കും. വൈകുന്നേരം എത്ര മണിക്കാണ് വിളിക്കുന്നത്? വൈകിട്ട് 7 മണി. തലാനിക്കില്ല കേട്ടോ. അതിനകത്ത് ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്ന ആളാ. കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ജോലിക്ക് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുഴപ്പമില്ല. ഓക്കെ ഡൺ. അപ്പൊ ഇതാണ് പ്രശ്നം. ഇതിപ്പോ ഒഴിച്ചൊക്കെ തരാം. ഇപ്പൊ ഇത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ട്, നാട്ടുകാര് ഉണ്ടല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റായി ഞാനിവിടെ ഉണ്ട്. ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ കുളിക്കുന്നു. ആരാണ് വന്ന് നോക്കുന്നതെന്ന് നമുക്ക് കാണാം. നല്ല തീരുമാനമാണ്. പക്ഷെ എല്ലാവരും കണ്ണടച്ച് പിടിക്കണം. ഇവിടെ നിർത്തി കുളിപ്പിക്കുകയാണെങ്കിൽ കണ്ണടച്ച് പിടിക്കണം. ഇവിടെ നിർത്തി കുളിപ്പിക്കുന്നല്ല, പിന്നെ എന്റെ പെണ്ണുമ്പിള്ള പശുവോ? ഇവര് ബാത്റൂമിനകത്ത് കുളിക്കുന്നു. നമ്മളെല്ലാരും ഇവിടെ കാവലി നിൽക്കുന്നു. ആരാണ് വന്ന് നോക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ അതല്ല കാര്യം. അത് പോയി കുളി. വിളിച്ചോ, ധൈര്യമായിട്ട് വിളിച്ചോ. ഞാൻ എന്നാലും കണ്ണടച്ച് പിടിക്കൂലേ. ഹലോ, ഇന്ദ്രൻസിന്റെ മുഖവും ഉമ്മറിന്റെ സ്വഭാവം ഇഞ്ഞൊന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ വെക്കോളൂ. നിങ്ങൾ എങ്ങോട്ട് വന്നിട്ട് ഞാൻ രഹസ്യം. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഞങ്ങൾ നമ്മുടെ കൃഷ്ണൻ വക്കീലില്ലേ, എന്നെ ഒരു കേസ് കൊടുക്കരുത് പ്ലീസ്. കേസ് കൊടുക്കാനല്ലടാ. നമ്മുടെ കൃഷ്ണൻ വക്കീലില്ലേ, കൃഷ്ണൻ വക്കീലിന്റെ 2 നില വീടുണ്ടല്ലോ. അതെ, അതിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് നോക്കിയാലും ഈ പെണ്ണുപിള്ളേർ വരുന്ന മൃദുല കുളിക്കുന്ന കാണാൻ പറ്റില്ല. കറക്റ്റാ. പിന്നെ പടിഞ്ഞാറ് സൈഡിൽ ഒരു തെങ്ങുണ്ടല്ലോ, ശശിചേട്ടന്റെ. അവിടെ ആ തെങ്ങിന് മണ്ടയില്ലാത്ത തെങ്ങ്, അത് തന്നെ. ആ തെങ്ങ് വഴുക്കലാണ്, കയറാൻ പാടാണ്, നെഞ്ചോരയും. എന്റെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് കയറി ഇത്ര റിസ്ക് എടുത്ത് ആ മണ്ടയില്ലാത്ത തെങ്ങ് ഞാന്ന് കിടന്ന് നോക്കിയാലും പറ്റത്തില്ല. മൃദുല കുളിക്കുന്നത് കാണാൻ പറ്റില്ല. ഇനി അറ്റ കൈ ഇവർ ഈ മതിലുണ്ടല്ലോ, മതിലിന്റെ അപ്പുറത്ത് 2 ഹോളോ ബ്രിക്സിന്റെ കട്ട എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു ബക്കറ്റും വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു മഗ്ഗും വെച്ചിട്ട് ഇങ്ങനെ എത്തിക്കുത്തി നിന്ന് നോക്കിയാൽ തല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, വെള്ളം വീഴുന്ന ശബ്ദവും ഇത്ര കിട്ടത്തുള്ളൂ. ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നോക്കിയിട്ട് കാണാൻ പറ്റാത്ത ഈ സംഭവം എങ്ങനെയാ മുത്തേ കണ്ടേ? അയ്യോ, എന്നെ താത്തിനല്ലേ ഇപ്പൊ മൃദുല കുളിക്കുന്നത് എനിക്ക് ശരിക്കും കാണാം.